ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ആക്സലേഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇത് നോക്കി. ഓ, ഇതിൻ്റെ വിലയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, നിങ്ങളെ ഞെട്ടിക്കണ്ടെന്നാണ് സ്റ്റീവ് ബ്രോ പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് കാണുന്നൊക്കെ നമ്മൾ കാണുന്ന പോലെ ഫേക്ക് അല്ല. M2 എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും ഞാനൊന്ന് ആക്സലേഷൻ കൊടുത്തപ്പോഴത്തേക്കും ഓ മൈ ഗോഡ്. I just wish he knew. ഒരു 2016-2017 കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് കാറിൽ കയറി. നമ്മുടെ ഫ്രണ്ട് വിനായകിൻ്റെ M2-ലായിരുന്നു അന്ന് കയറിയത്. അന്ന് ലിറ്ററലി ആ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ലിറ്ററലി കിടന്ന് കാറി ബാക്കിലിരുന്നു. ആ ഷോട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. ഞാൻ ലിറ്ററലി എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഒരു ആക്സലറേഷൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്പോർട്സ് കാറായിരുന്നു BMW M2 എന്ന് പറയുന്നത്. അത് ബോൺ സ്റ്റോക്കായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള സ്റ്റീവ് ബ്രോയുടെ BMW M2 ആണ്. ഇത് വെറും M2 അല്ല, സ്റ്റേജ് ട്യൂൺഡ് ആയിട്ടുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്പെക്കിൽ കിടക്കുന്ന ഒരു M2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ ആക്സലറേഷൻ ഉണ്ടാവും, ഇതിൻ്റെ ബ്രേക്ക് ടെസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു കറക്ഷൻ ഉണ്ട്. ഇത് നോർമൽ ഒരു M2 അല്ല, M2 കോമ്പറ്റീഷനാണ്. 2019 ഇറങ്ങിയ മോഡലാണ്. ഇതിൻ്റെ ഒറിജിനൽ കളർ റെഡ് ആയിരുന്നു. പുള്ളി ഇത് നല്ലൊരു അടിപൊളി ഒരു കളറാക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഗ്രീൻ അലോയ്സും കൂടെ വരുമ്പോൾ വണ്ടിയുടെ ഒരു ഭംഗി നോക്കി. ലൈക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈൻ സ്റ്റൈലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഫ്രണ്ടിലത്തേക്ക് ഒരു ഡൗൺ ഫോഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ സ്പോയിലർ കിറ്റിൻ്റെ പാർട്ടായിട്ട് വരുന്ന 2 ലിപ്പ് പോലത്തെ 2 സാധനം വെച്ചിട്ടുണ്ട്. ഒറിജിനൽ കാർബൺ ഫൈബർ തന്നെയാണ്. ഇവിടെ ദാണ്ട് സ്റ്റീവ് മാത്യുയുടെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാർബൺ ഫൈബർ. ഈ വണ്ടിക്കകത്ത് കാണുന്നതൊക്കെ നമ്മൾ കാണുന്ന പോലെ ലൈക്ക് ഫേക്ക് അല്ല. ഇതിൽ വെച്ചിരിക്കുന്ന ഓരോ ബിറ്റ്സും ഒറിജിനൽ കാർബൺ ഫൈബർ തന്നെയാണ്. സ്പോയിലർ വരുന്നത് AC ഷ്നെറ്റ്സറിൻ്റെ ഒറിജിനൽ സ്പോയിലേഴ്സാണ് വരുന്നത്. നമ്മുടെ പ്രോപ്പർ ഒരു M2 കോമ്പറ്റീഷൻ. ബാക്കിലും ചെറിയൊരു ലിപ്പ് പോകുന്നുണ്ട്. അക്രപ്പോവിക്കിൻ്റെ എക്സോസിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കാർബൺ ഫൈബർ ബിറ്റ് പോകുന്നുണ്ട്. ലൈക്ക് ഞാൻ ഈ പുറത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. 19 ഇഞ്ച് അലോയ്സ് തന്നെയാണ്. കമ്പനിയല്ല, അഡീഷണലി മോഡിഫൈ ചെയ്തേക്കുന്നതാണ്. ലോ പ്രൊഫൈൽ മിഷലിൻ്റെ പൈലറ്റ് സ്പോട്ട് ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ ലോഗോ ഞാൻ പറഞ്ഞല്ലേ സ്റ്റീവ് മാത്യു, ഇതാണ്ട് ബ്രോയുടെ ലോഗോയാണ്. ബ്രോയുടെ വിളിച്ച് നിൽപ്പുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫേമസ് കാറാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ട് കാണും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ ലൈക്ക് കൂടുതൽ എക്സ്റ്റീരിയർ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്പേസിലേക്ക് നമുക്ക് കയറിയിരുന്ന് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഓർത്ത് ഡ്രൈവിംഗ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു എൻജിൻ കാണണമെന്നൊരാഗ്രഹം കാണത്തില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇവൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിൽ വരുന്നത് 6 സിലിണ്ടർ, അതായത് ഇൻലൈൻ ആയിട്ടുള്ള BMW 3 ലിറ്റർ ആ ഒരു ഫേമസ് എഞ്ചിനാണ്. M2-നും M4-നൊക്കെ സെയിം എഞ്ചിൻ സ്പെക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇതിൻ്റെ അകത്ത് കുറേ അധികം ചേഞ്ചസ് വന്ന പോലൊക്കെ തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിൽ നല്ല നമ്മുടെ സ്റ്റീവ് ബ്രോയുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. ബ്രോ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഇതിൽ ബേസിക്കലി ഡ്രോപ്പ് ഇൻ റീപ്ലേസ്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളൂ. അതായത് എവൻച്വറിയുടെ ഇൻടേക്ക്, DO810 റീപ്ലേസ്മെൻറ്റ്സ്, ചാർജ് കൂളേഴ്സും അടിയിൽ റേഡിയേറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം വലുതാക്കിയതാണ്. ഇറ്റ്സ് ഓൾ DO810 ഇറ്റ്സെൽഫ്, നത്തിങ് എൽസ്. സ്റ്റേജ് 2 ആണല്ലേ? സ്റ്റേജ് 2 ആണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എഞ്ചിന് അപ്ഗ്രേഡ് ചെയ്തു ക്രാങ്ക് ഹബിന് വേണ്ടി ഫോർ ബെറ്റർ റിലയബിലിറ്റി. നമുക്ക് ബാക്കി ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കോക്പിറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഏതാണ്ട് M2 കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് തെളിഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ ഡോസ് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കേസുണ്ട്. ഇത് ലൈക്ക് നമ്മൾ i7 അല്ലെങ്കിൽ 7 സീരീസിലൊക്കെ കാണുന്ന പോലെ ഒരു സോഫ്റ്റ് ക്ലോസിങ്സ് ആണ്. അതായത് ലൈക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ട് വെച്ചാൽ മതി, അത് ക്ലോസ്ഡ് ആവും. ഇതൊന്നും നോർമലി കമ്പനി തരുന്ന ഒരു M2 കോമ്പറ്റീഷൻ്റെ അകത്ത് വരുന്നതല്ല. ഇത് റെയറായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ വെഹിക്കിളിൻ്റെ അകത്ത് കയറിയപ്പോൾ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതിന് കീ ഇല്ല. ഇതിന് കീ വേണ്ട, കീ കണക്ട് ഫോണിലേക്ക് ആക്കി. അതായത് സ്റ്റീവ് ബ്രോ ജർമ്മനിയിലാണ് ഇരിക്കുന്നത്. അപ്പം ജർമ്മനിയിലിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എല്ലാം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും അങ്ങനെ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വെൽ ട്യൂൺ കാർ എന്ന് പറയാമല്ലോ. നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ബിൽഡ് എങ്ങനെ
എങ്ങനെ ചെയ്യാവോ അതിൻ്റെ ഒരു പ്യുവർ എക്സാമ്പിളാണ്. നമ്മൾ വെഹിക്കിളിലേക്ക് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വെഹിക്കിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഇവൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റിയറിംഗിൽ ഇത് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു RPM അല്ലെങ്കിൽ ലോഞ്ചിൻ്റെ സമയത്ത് കൃത്യമായിട്ടൊരു കളർ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ് പറയേണ്ടത് ഒരു നമ്മളൊന്ന് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു M1 ബട്ടൺ ഉണ്ട്, M2 ബട്ടൺ ഉണ്ട്. ഇതാണ് BMW M2ൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇതിൽ M1 എന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്, M2 എന്ന് പറയുന്നത് എന്താണ് M2 എന്ന് പറയുന്നത് സ്പോർട്സ് മോഡാണ്. ലൈക്ക് എക്സോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അക്രപ്പോക്കിൻ്റെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയായിരുന്നു. ലൈക്ക് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടല്ലോ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മൊത്തത്തിലൊന്ന് കുലുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പാഡിൽസിൽ എക്സ്ട്രാ കുറച്ച് ഹൈറ്റ് അല്ല എക്സ്ട്രാ ചെയ്തേക്കുന്നല്ലേ, പാഡിൽസിന് കുറച്ച് ഒരു എക്സ്ട്രാ ഇത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ ഫീൽ നോക്കി എന്ത് അടിപൊളിയാണെന്നുള്ളത്. എന്തെങ്കിലും പറയാൻ വന്നത് പറഞ്ഞു. എൻ്റെ മോനെ കാർബൺ ഫൈബർ എല്ലാം ഫോർജ്ഡ് കാർബൺ ഫൈബറാണ്. ഇതിൻ്റെ വിലയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, നിങ്ങളെ ഞെട്ടിക്കണ്ടെന്നാണ് സ്റ്റീവ് ബ്രോ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻറ്റീരിയറിലാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഫോർജ്ഡ് ഒറിജിനൽ കാർബൺ ഫൈബറിൻ്റെ ഒരു ത്രൂ ഔട്ട് ഫിനിഷ് നമുക്ക് പോകാം. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ. ഞാൻ അന്ന് കയറിയ ബോൺ സ്റ്റോക്കും ഇതുമായിട്ട് ഇറ്റ്സ് ലൈക്ക് ഹെവൻ. ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഹെവൻ വേഴ്സസ് ഹെൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഇവന് വരുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രാക്ടിക്കൽ കാറാണെന്ന് പറയുന്നുണ്ട്. ഓഫീസ് സാധനങ്ങളും സ്റ്റഫുകളും ഒക്കെ ആയിട്ടാണ് കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ കാണിച്ചു. അപ്പോൾ ഇതാണ് വെഹിക്കിളിൻ്റെ ഒരു POV എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ബ്രേക്ക് ഒന്ന് ചവിട്ടിയിട്ട് ഇതിന് കീ ഒന്നും വേണ്ട, കീ ബ്രേക്ക് ചവിട്ടണ്ടെന്നാണ് പറഞ്ഞല്ലേ. ബ്രേക്ക് ചവിട്ടണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലാണ് ഞെക്കാവുള്ളൂ. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ഡോറൊന്നും കൂടെ ഒന്ന് തുറന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഇത് മോഡലാണ് ബ്രോ. ഇപ്പോൾ ഓഫ് ആക്കാം, നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ഓഫ് ആയിട്ട് കിടക്കാം. ഒന്ന് ഓണാക്കിയാലോ വാൽവ് ഒന്ന്. യെസ്, വാൽവ് ഈസ് ടേൺഡ് ഓൺ. നമ്മൾ M2 സ്പോർട്സ് മോഡല്ലേ, സ്പോർട്സ് മോഡൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഒന്ന് കോൾ സ്റ്റാർട്ട് കഴിഞ്ഞാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ആക്സലേഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇത് നോക്കി. ഉണ്ട്, സോഫ്റ്റ് ലിമിറ്റർ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ആക്സലറേഷൻ നോട്ട് കണ്ടോ, സോ ഗുഡ് എന്ന് പറഞ്ഞാൽ സോ ഗുഡ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇനി ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ടപ്പ് മെഷീനിലെ ഓഫീസും ഒക്കെ പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി മോഡിലേക്ക് ഇട്ട് ബ്രോ എക്സോസ്റ്റ് കൂടെ ഒന്ന് ഓഫ് ചെയ്തേക്കാം. സ്റ്റീവ് ബ്രോ എക്സോസ്റ്റ് കൂടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പറഞ്ഞ പോലെ നന്നായിട്ട് വലിക്കണമല്ലേ ഹാൻഡ് ബ്രേക്ക്. ആൻഡ് ഓൾസോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ബേസിക്കലി നമുക്ക് കാണുന്ന പോലെ ഒരു ന്യൂട്രലുണ്ട്, അവിടെ നിന്ന് അപ്പ് ചെയ്ത റിവേഴ്സിലേക്ക് പോകും. ഒരു ഡ്രൈവ് അല്ലെങ്കിൽ സ്പോർട്സ് മോഡ്, മാനുവൽ, പാഡിൽസ്, ലൈക്ക് ദാറ്റ്സ് എ ബേസിക് തിങ് ആസ് BMW. പിന്നെ ഇവിടെ നമുക്ക് ലൈക്ക് ഗിയർ ബോക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യണം, ഏത് ലെവൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളതിന് ഒരു 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്കാവണമെങ്കിൽ നമ്മൾ നോർമൽ ഡ്രൈവിലേക്ക് ഇടുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് വർക്കാവുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടിപ്പോൾ റിവേഴ്സ് ഇട്ടു. നമുക്ക് ഇവിടെ കേരളത്തിലല്ലാത്തൊരു വഴിയുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവൻ്റെ ആക്സലേഷൻ കാണിച്ചു തരാം. ഇവൻ്റെ POV ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ തന്നെ നമ്മുടെ ബേസിക് റിവ്യൂ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കേരളത്തിലല്ലാത്ത ഞാൻ പറഞ്ഞൊരു ഹൈവേയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നോർമൽ M1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്മിഷനും ഇതിൻ്റെ എഞ്ചിനും എല്ലാം ഒരു എഫിഷ്യൻറ്റ് മോഡിലാണ് ഇട്ടേക്കുന്നത്. എന്നാലും എഫിഷ്യൻ്റാണ്. നമ്മൾ പെഡൽ കൊടുക്കുമ്പോൾ അത്രയും അഗ്രസീവായിട്ട് ഇവൻ കയറുന്നില്ല. നമുക്ക് കൈൻഡ് ഓഫ് ഹാൻഡിലബിളാണ്. പിന്നെ വണ്ടി ലോ പ്രൊഫൈലാണ്. ഇപ്പോൾ സ്റ്റീവ് ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞ് ലോവർ ചെയ്തിട്ടൊന്നുമില്ല, സ്റ്റോക്ക് തന്നെയാണ് അല്ലേ, സ്റ്റോക്കാണ്. പക്ഷേ ഫ്രണ്ടിൽ ആ ലിപ്പും ബമ്പറിനൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും ഒരു ലോവേർഡ് ഫീൽ, ഭയങ്കരമായിട്ട് ലോവേർഡ് ഫീല് കിട്ടുന്നുണ്ട്. നമുക്കിത് വരെ ഇതാണ് ഒരു എഫിഷ്യൻറ്റി മോഡ്. ഇപ്പോൾ ഞാൻ ഫുൾ പെഡൽ കൊടുത്താൽ ദിസ് ഈസ് ദ അഗ്രഷൻ ദാറ്റ് ഐ എം ഗെറ്റിംഗ്. ഈ M2 എന്ന് പറയുന്നത് അത്യാവശ്യം അഗ്രസീവായിട്ട് ഇട്ടേക്കുന്നതാണ്. നമ്മൾ വാൽവും കൂടെ നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ആൻഡ് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ആ ഒരു ആക്സലറേഷൻ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഇത് അടി ഇടിക്കുമോ എന്നുള്ളൊരു പേടി കൃത്യമായിട്ട് എനിക്ക് കിട്ടി. പക്ഷേ ലൈക്ക് വി ഹാഡ് പ്രശ്നമില്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല നമ്മുടെ വണ്ടി. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം എക്സോസ്റ്റ് തുറന്നേക്കുമല്ലേ ബ്രോ? ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ദാണ്ട് ഇതുകൂടെ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇപ്പം ഓൾ ടൈം മാത്രമല്ല, നമ്മൾ ദാണ്ട് ഇതിലും AC ഒക്കെ ഓഫ് ചെയ്തു. ഞാൻ ഫുൾ അഗ്രസീവായിട്ട് കൊടുക്കത്തില്ല. ഇത് M2 ആണ്, നമ്മൾ M2 മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ചേഞ്ച് കണ്ടല്ലോ, അവിടെ കുറച്ച് ഗ്രാവലാണ്. ഇവിടെ കയറി ഫുൾ പെഡൽ ഇപ്പം നമ്മൾ ചെയ്തത് സ്പോർട്സ് ആണ്. ഇതിനൊരു സ്പോർട്ട് പ്ലസ് കൂടെ ഉണ്ടല്ലേ.
ഇത് അഗ്രസീവ്. ഞാൻ ആദ്യമേ വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ ബ്രോയോട് ഇങ്ങനെ പറഞ്ഞു ഇത് വലിയ അഗ്രസീവ് അല്ലല്ലോ എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ തവണ ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ അത്രയും വലിയ പെഡൽ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പെഡൽ കൊടുത്തപ്പോഴത്തേക്കും നമുക്കത് മനസ്സിലായി ദിസ് ഈസ് സോ ഡാം അഗ്രസീവ് എന്നുള്ളത്. വാവ്, വാട്ട് എ ബിൽഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ M4 ഓടിച്ചിട്ടുണ്ട്, നമ്മൾ പല സ്പോർട്സ് കാറുകൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ബോൺ സ്റ്റോക്കിനേക്കാൾ ഉപരി ഒരു വളരെയധികം ഇഷ്ടമുള്ള വണ്ടികളോട് ഇഷ്ടമുള്ള ഒരാൾ, ചുമ്മാ പൈസ കൊടുത്ത് മോഡിഫൈ ചെയ്യാന്നുള്ളതല്ല, ഇഷ്ടമുള്ള ഒരാൾ വളരെയധികം ആ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്തിരിക്കുന്നൊരു വെഹിക്കിളാണ് നമ്മുടെ ഈ M2 കോമ്പറ്റീഷൻ. അത് ശരിക്കും നമ്മൾ ഈ വെഹിക്കിളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് നീറ്റാണ്, എന്ത് ക്ലീൻ ആണെന്നുള്ളത്. ആൻഡ് ഓൾസോ ഇവൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് ആദ്യം ഞാൻ ഓർത്ത് വണ്ടി അഗ്രസീവ് അല്ലെന്ന്, കാരണം ഞാൻ കുറച്ച് പെഡലേ കൊടുത്തിട്ടുള്ളായിരുന്നു. വീണ്ടും ഞാനൊന്ന് ആക്സലേഷൻ കൊടുത്തപ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, ഇറ്റ് വെൻറ്റ് ഔട്ട്, ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ എന്നുള്ള രീതിയിൽ വളരെയധികം പൊട്ടിത്തെറിച്ചു. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കേൾപ്പിച്ചിട്ടില്ല, ഞാൻ കേൾപ്പിച്ച് തരാം വണ്ടി ഇവിടുന്ന് പോകാൻ നേരത്ത്. കാരണം അതുപോലൊരു അഗ്രസീവ് സാധനമാണ്. ശരിക്കും ചിലപ്പോൾ ബോംബ് സ്ക്വാഡ് വരെ വരും, ഇവിടെ വല്ല ബോംബും ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ പട്ട എവിടെയെന്ന് പറഞ്ഞ് സാധനം പൊട്ടുന്നുണ്ട്. വെൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ വെൽ ബിൽഡ്. ഇതേണ്ട 670 ഹോഴ്സ് പവർ വരെ സ്റ്റേജ് 2-ൽ കയറ്റിയിട്ടുണ്ട്, 700 വരെ പോസിബിൾ ആണെന്നാണ് പറഞ്ഞ്. ക്രാങ്ക് ഒത്തിരി സ്റ്റേജ് 2-ൽ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കോൺസെപ്റ്റുകൾ എടുത്ത് വളരെയധികം അതിനെക്കുറിച്ച് പഠിച്ച് വളരെയധികം നോളജ്ഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ജർമ്മനിയിൽ നിന്നാണ് പല പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇവൻ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടെ അതുപോലെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട് സൈഡ് നിങ്ങൾ ആ അലോയ്സും അതിൻ്റെ കറക്റ്റ് ഒരു ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ ദാണ്ടെ BMW 7 സീരീസിലൊക്കെ കാണുന്ന പോലെ ഒരു സോഫ്റ്റ് ടച്ച് എലമെൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വീൽസിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള സ്പേസ് നിങ്ങൾ നോക്കി എത്ര മാത്രം കറക്റ്റായിട്ടാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നുള്ളത്. ഇതാണ് ആളുടെ പ്രൊഫൈൽ. ഞാൻ ഇൻസ്റ്റയിൽ നമ്മൾക്ക് കൊളാബ് ഇട്ടേക്കാം. സ്പോയിലേഴ്സൊക്കെ ഭയങ്കര ഒരു മാസി ബിൽഡ് എന്ന് പറഞ്ഞാൽ മാസി ബിൽഡ്. ഇപ്പോൾ കർണാടകത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് കുഴപ്പമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പ്രോബ്ലം ആവും. ആൻഡ് ഓൾസോ ലോവേർഡാണ്. സീറ്റ്സൊക്കെ ഒറിജിനൽ, നമ്മൾ പറഞ്ഞ പോലെ സീറ്റ്സൊക്കെ നോർമൽ ഒറിജിനൽ സാധനം തന്നെയാണ്, കുഷ്ണിയാണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം അത്യാവശ്യമുണ്ട്. ഇത് പുള്ളി ഒരു ഡെയിലി കാർ പോലെയൊക്കെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, വെഹിക്കിൾ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് മോഡിഫിക്കേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് സ്റ്റീവ് ബ്രോയോട് ചോദിക്കാം. സ്റ്റീവ് ബ്രോ, ശരിക്കും ഇത് സ്റ്റേജ് 2 അല്ലേ? അത് സ്റ്റേജ് 2 ചെയ്തിരിക്കുന്നത്. അതിൽ ശരിക്കും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. മെയിൻലി ഡ്രോപ്പ് ആൻഡ് റീപ്ലേസ്മെന്റ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വേണ്ടിയൊന്നും പോയിട്ടില്ല. അപ്പോൾ DO88-ൻ്റെ ഒറിജിനൽ പാർട്സ് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ്മെന്റ്സ്, എവൻച്വറി ഇൻടേക്ക്, ക്രാങ്ക് ഹബ് അപ്ഗ്രേഡ്, എഞ്ചിൻ റിലയബിലിറ്റി. പിന്നെ ഒത്തിരി അഗ്രസീവ് ആക്കില്ല, കാരണം ഞാനിത് ഡെയിലി ഓൾമോസ്റ്റ് യൂസ് ചെയ്യും. എഫിഷ്യൻസി ഇട്ട പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഒരു M1-ഉം എഫിഷ്യൻസി M2 സ്പോർട്സ് ആക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇത് ശരിക്കും കസ്റ്റമബിൾ ആണ് കേട്ടോ. അതായത് M കാറുകളിലെല്ലാം 2 M ബട്ടൺസ് കാണും. അത് ഇതിൽ നമുക്ക് ഏത് മോഡ് വേണമെങ്കിലും വെക്കാം, ഇതിൽ ഏത് മോഡ് വേണമെങ്കിലും വെക്കാം. സ്റ്റീവ് ബ്രോ ഇപ്പോൾ ചൂസ് ചെയ്തേക്കുന്ന M1 ഫോർ എഫിഷ്യൻസി ആൻഡ് M2 ഫോർ അഗ്രഷൻ അല്ലേ? അതെ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടി തട്ടുന്ന സിനാരിയോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അടി ഇതുവരെ അങ്ങനെ തട്ടുന്ന സിനാരിയോസ് ഇല്ല. പിന്നെ നമുക്ക് മനസ്സിലാവും ആ വഴി പോയില്ലെന്ന്, ഇപ്പോൾ ഓടിച്ച് മനസ്സിലാവില്ല. ഒബ്വിയസ്ലി നമ്മുടെ നാച്ചുറലി 1 or 2 ടൈംസ് ആദ്യം അടിക്കും, ഇപ്പം മനസ്സിലാവും എവിടെ പോകും എവിടെ പോയില്ല എന്ന്. മസ്റ്റാങ് യൂസ് ചെയ്യുന്നുണ്ട്, GTA യൂസ് ചെയ്യുന്നുണ്ട്, M3 യൂസ് ചെയ്യുന്നുണ്ട്, M2 യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണ് ഫേവറേറ്റ്, ലൈക്ക് ഇഫ് യു ആൻഡ് വൈ? ഫോർ കൊച്ചി യൂസ് ഞാൻ പറയുവാണെങ്കിൽ GTA, M2, TT. Audi TT. അപ്പോൾ കാരണം അതിൻ്റെ നല്ല ഹൈറ്റ്, മറ്റേ എന്താ പറയുക, ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം പവർ ഉണ്ട്, മൈലേജ് ഉണ്ട്. പിന്നെ മസ്താങ്ങും M3 NA, അപ്പോൾ മൈലേജും ഇല്ല. പക്ഷേ റോഡ് പ്രസൻസ്, നല്ല സൗണ്ട് ഒക്കെ ആയിക്കൊണ്ട് V8 ആണ് 2 എഞ്ചിൻ. അപ്പോൾ ഡിപ്പെൻസ് ഓൺ വാട്ട് യൂസ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം GTA-യും ഇതാ. M2 ഇത് കുഞ്ഞു കാറുകൾ. അതെ. പോക്കറ്റ് റോക്കറ്റ്, ചെറിയ മനുഷ്യരും ചെറിയ വണ്ടികൾ. അടുത്ത ഡ്രീം കാർ ഏതാണ്? നാച്ചുറലി ഫ്രം BMW ഒരാൾ പോർഷിലോട്ടല്ലേ പോവുക. പോർഷ് 911 സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ടർബോ എസ്. എനിക്ക് ബാക്കി ട്രാക്ക് സ്പെക് കാർസ് ആയിട്ട് തോന്നി, അപ്പോൾ പ്രാക്ടിക്കൽ അല്ലാന്ന്. ടർബോ എസ് ആകുമ്പോൾ പ്രാക്ടിക്കലാണ്, മൈലേജ് ഉണ്ട്, and also it's very powerful. Mileage. Yeah, I know. Like ആൾക്കാർ പറയും നീ ഏത് പെട്രോൾ ആയിട്ടാ മൈലേജ് നോക്കിയോ, പക്ഷെ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ നോക്കി നടക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ സ്പീക്കേഴ്സ്. അത് പറയാൻ മറന്നു കേട്ടോ. ഈ സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത് ലൈക്ക് കൊച്ചിയിൽ അല്ലെങ്കിൽ ഈ ഒരു M2-ൻ്റെ അകത്ത് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സ്പീക്കറാണെന്ന് പറയാൻ പറ്റും. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഫുള്ളി അപ്ഗ്രേഡഡ് ആണ്, ഫുൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്തു, എല്ലാം മാറ്റി. ജസ്റ്റ് റീപ്ലേസ്മെന്റ് എല്ലാം മാറ്റി അതന്നെ, പഴയ പാർട്സ് മാറ്റി പുതിയ പാർട്സ് വെച്ചു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എക്സ്ട്രാ സ്പീക്കേഴ്സ് മേളിലും അടിയിലൊന്നും വെച്ചിട്ടില്ല, സബ് എക്സ്ട്രാ വെച്ചിട്ടില്ല.
ഡ്രൈവർ പ്രൊഫൈൽ സെൻട്രിക് ആക്കി. അതിനെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഒരു നീല വെളിച്ചം കണ്ടോ? നീല വെളിച്ചം ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പുള്ളി ഇത് വണ്ടി നല്ലപോലെ ഓടിക്കുന്നതാണ്. അതിന് കാണാൻ 35,000 ഓടി, 35,000 കിലോമീറ്റർ നാട്ടിലില്ലാണ്ട് തന്നെ 35,000. അതും എടുത്തൊരു കേസാണ്. ആള് ജർമ്മനിയിലാണ് ഇപ്പം. നാട്ടിൽ വരുമ്പോൾ മാത്രം ഓടിച്ചാണ് ഇത്രയും കിലോമീറ്റർ ഓടിയേക്കുന്നത്. അപ്പോൾ സ്പീക്കർ സിസ്റ്റം അടിപൊളിയാണ്. അത് നല്ല ഇപ്പം എളിമയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, വളരെ സിമ്പിൾ ആണെന്നുള്ള പറഞ്ഞത്. പക്ഷേ അല്ല, പ്രോപ്പർ ബ്രാൻഡ് യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടാണ്. ഈട്ടോൺ ഫ്രം ജർമ്മനി, ഇറ്റലി സംതിങ്. അവിടെ ഗാലക്സി മുനിയും ചെയ്തതാണ് അവിടെ നിന്ന് ചെയ്ത ലൈക്ക് പ്രോപ്പർലി സ്പെക്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ അപ്ഗ്രഡേഷൻ തന്നെ നമുക്ക് റിവ്യൂ ആയിട്ട് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു പാട്ടോടെ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് വ്യത്യാസം വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലൈക്ക് ഈവൻ ദോ ഐ വിൽ പ്ലേ എ സോങ്, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കൂടെ എന്ത് കാണുന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ബേസ് കണ്ട എത്രമാത്രം അടിപൊളിയാണെന്നുള്ളത്. ലൈക്ക് ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സീറ്റ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നുണ്ട്. M2 നോർമലി 2 ഊഫേഴ്സ് വരുന്നതാണ്. പക്ഷേ ദിസ് ഈസ് സോ ലൈക്ക് ഇത് ബേസിന് വേണ്ടി ട്യൂൺ ചെയ്യാൻ തോന്നില്ല കുറച്ചുകൂടെ. അതെ, ബേസിന് വേണ്ടിയാണ് മെയിൻലി ട്യൂൺ ചെയ്തത്. ബേസ് ഇഷ്ടമാണ്. പക്ഷേ എക്സ്ട്രാ ബേസ് ഒന്നും വെച്ചിട്ടില്ല, റീപ്ലേസ്മെന്റ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഇരിക്കും നമുക്ക് കൃത്യ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ സ്പീക്കേഴ്സിന്.